ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലബ്ബൂസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അതിനു വേണ്ടി എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമുക്ക് ബേക്കിംഗ് സോഡയാണ് കൂടുതലായിട്ട് ചേർക്കുക. മറ്റ് ഇതിൽ ബേക്കിംഗ് സോഡയാണ് കൂടുതലായിട്ട് ചേർക്കുക. അതാണ് അതിന് നല്ല കളറൊക്കെ നൽകണത്. അപ്പോൾ ഇനി നമുക്ക് ഈ മിക്സ് നന്നായിട്ട് 2-3 വട്ടം അരിച്ചെടുക്കണം. ഇത് കൂടുതൽ അരിക്കും തോറും നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേക്ക്. പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ നന്നായിട്ട് മിക്സ് ആകും. ഇപ്പം നമ്മുടെ കേക്കിനുള്ള മിക്സ് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു 4 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. കേക്കിനുള്ള ബാറ്ററിലേക്ക് നമുക്ക് 1 കപ്പ് തൈര്, നല്ല കട്ടി തൈര്, പുളി കുറഞ്ഞത് ആണ്. നമ്മൾ എഗ്ലെസ് ആയിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കണത്. അപ്പോൾ 1 കപ്പ് ചേർക്കാം. ഇതിലേക്ക് 3/4 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇത് പൊടിക്കാത്ത ഷുഗറാണ് ഞാൻ ചേർക്കണത്. ഞാനിവിടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മിക്സിയോ അല്ലെങ്കിൽ ബീറ്ററോ ഓവനോ ഒന്നും ഉപയോഗിക്കാത്തൊരു കേക്കാണ് ഉണ്ടാക്കണത്. അപ്പോൾ അത് കാരണം പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ അരിഞ്ഞ് വരും നമ്മൾ മിക്സ് ചെയ്യണതിനനുസരിച്ച്. അപ്പോൾ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ പഞ്ചസാരയും തൈരും നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ കളറൊക്കെ നല്ല ഇതിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് പുളിയുള്ള എന്തെങ്കിലും ചേർക്കണം. ഒന്നില്ലെങ്കിൽ തൈര് ചേർക്കുക, അല്ലെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് മുൻപ് തയ്യാറാക്കി വെച്ച കേക്കിൻ്റെ മിക്സ് കുറച്ച് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു പിഞ്ച് സാൾട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മോൾഡറിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യാം. ഇതിലേക്ക് 1 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിങ്ങനെ തട്ടി എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം അധികം വരുന്നത് നമുക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ സ്റ്റൗവിൽ കുക്കർ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മണൽ കൂടി ഇട്ട് കൊടുത്തിട്ട് പ്രീ ഹീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കേക്ക് നല്ല ഇതിൽ കിട്ടും. മണലോ അല്ലെങ്കിൽ ഉപ്പ് ഇട്ടിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കർ കരിയുന്ന അല്ലെങ്കിൽ കേക്ക് പെട്ടെന്ന് കരിയുന്നുള്ളൊരു ടെൻഷൻ വേണ്ട. നമുക്ക് ഈ മോൾഡറിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒഴിക്കുമ്പോൾ റിബൺ പോലെ ഇങ്ങനെ മടങ്ങി വരുന്നതാണ് ഈ കേക്ക് ഉണ്ടാക്കണ ബാറ്ററിൻ്റെ
കൺസിസ്റ്റൻസി. അതിനുശേഷം ഇതുപോലെ ഒരു തുണിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ കേക്കിൻ്റെ പാത്രം ഇതുപോലെ ഒന്ന് മുകളിൽ നിന്ന് ഒരു 10-30 പ്രാവശ്യം താഴേക്ക് ഇട്ട് കൊടുക്കുക. കേക്കിൻ്റെ ഈ ബാറ്ററിൻ്റെ ഉള്ളിലുണ്ടാവണ എയർ ബബിൾസ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇപ്പോൾ നമ്മുടെ കുക്കറും മണലും നന്നായി ഹീറ്റായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാറ്ററി വെച്ച് കൊടുക്കാം. ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് വേണം വെച്ച് കൊടുക്കണമെങ്കിൽ. ശരിയാതെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം കുക്കർ വീണ്ടും അടയ്ക്കുക. അതിന് വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഇനി 20 മിനിറ്റിന് 30 മിനിറ്റിനുള്ളിലായിട്ട് കേക്ക് റെഡിയാവും. തീയൊന്ന് സിമ്മിലാക്കി വെക്കണം. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ കേക്ക് നന്നായി പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഉള്ളിൽ നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ വെന്തിട്ടുണ്ട്. സ്റ്റൗ ഓഫാക്കാം. പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിത് ഐസിങ് ചെയ്യാം. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറി സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചെറി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ ഇത് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ആയിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വയ്ക്കാം. നമ്മുടെ ചെറിയ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ പാക്കറ്റ് മേടിച്ചത് ഫ്രീസറിലേക്ക് പൊട്ടിച്ചിട്ട് ഒഴിച്ചു വെച്ചതാണ്. മുന്നേ ഉപയോഗിച്ചതിൻ്റെ ബാക്കി ഒഴിച്ചു വെച്ചിട്ടുണ്ടായതാണ്. ഇങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതിൽ നിന്ന് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീം മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വിസ്ക് വെച്ചിട്ട് തൈര് കടയണത് പോലെ പെട്ടെന്ന് കടഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേഗമാവും. വിസ്ക് കൊണ്ട് തന്നെയാണെങ്കിൽ ഒരു 15 മിനിറ്റ് വേണം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. പിന്നെ നമ്മൾ സ്പൂൺ കൊണ്ട് കോരി എടുത്തിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത് താഴെ വീഴാൻ പാടില്ല. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായി ചൂടാറിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നമുക്കിത് ഡിമോൾഡ് ചെയ്യാം. അടിപൊളി കേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 2ആയിട്ട് കട്ട് ചെയ്യണം. രണ്ട് ലെയറായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു ലെയർ നമുക്ക് വേറെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ചെറി സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചെറി സിറപ്പ് കൊടുക്കുമ്പോൾ ഇതിന് ഒന്നുകൂടെ നല്ല മധുരവും കിട്ടും. ഒന്നുകൂടെ നന്നായി സോഫ്റ്റ് ആവും. നമുക്കിതിന് ഐസിങ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് ഐസിങ് ചെയ്ത് കൊടുക്കാം. ക്രീം എടുത്തിട്ട് നമുക്ക് ആദ്യത്തെ ലെയറിലേക്ക് നന്നായി ഇത് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. ഇതിപ്പോൾ ഞാൻ 2 ലെയറായിട്ടാണ് ചെയ്യണത്. 3 ലെയറിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ഇതിൻ്റെ അളവ്
കൂട്ടി കൊടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് 3 ലെയർ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെറി വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത ലെയർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മുകളിലത്തെ ലെയറിലും നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ആണത്. ഇതുപോലെ ചീകി നിറച്ചിട്ട് കൊടുക്കാം. ഇതൊരു ബാറിന് 100 രൂപയുള്ളൂ. ഇത് കടകളിൽ വാങ്ങാൻ കിട്ടും. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാം. നമുക്കിത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറി വെച്ച് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ള കേക്കാണ്. നമുക്ക് വീട്ടിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതുണ്ട്. ബർത്ത്ഡേക്കോ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു കേക്കാണ്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആവാൻ വേണ്ടി വെച്ച് കൊടുക്കാം. ഇത് ഉണ്ടാക്കി പിറ്റേ ദിവസം കഴിക്കണതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോഴാണ് നന്നായി സെറ്റായിട്ടുണ്ടായിരിക്കാം. കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി കേക്ക് ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാം. ഇത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കേക്കാണ്. ആദ്യം തന്നെ എല്ലാ സാധനങ്ങളും കൂടെ വാങ്ങുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണെന്നുണ്ടെങ്കിലും പിന്നീട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു 150 രൂപ ചിലവിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.